ജീവന്റെ വാക്യങ്ങൾ ജീവന്റെ വാക്യങ്ങൾ. ആ പഴയ കുന്തക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ധന്യമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചെറുചിന്തയ്ക്കായി നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ധൂർത്തപുത്രൻ്റെ ഉപമ. ഒരപ്പൻ്റെ 2 മക്കളിൽ ഇളയവൻ തൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സ്വത്ത് വാങ്ങി ദുർനടപ്പുകാരനായി ജീവിച്ച് ഒടുവിൽ പന്നി മേയ്പ്പാൻ പോയ ആ പുത്രൻ്റെ കഥ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഈ വേദഭാഗത്ത് നിന്ന് എന്നെ ചിന്തിപ്പിച്ച ഭാഗം മാത്രം എടുത്തു വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും താണ അവസ്ഥയിലായിരുന്നപ്പോൾ അവൻ ചെയ്തതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നാം കാണുന്നത് അവന് തിരിച്ചറിവ് ഉണ്ടാകുന്നു. നാം വായിച്ചത് ഇങ്ങനെയാണല്ലോ, അവന് സുബോധം വന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപകട സൂചനകൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. രാവിലെ ഉണരുവാനായി മൊബൈൽ ഫോണിൽ അലാം വയ്ക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ ആദ്യ അലാം അടിക്കുമ്പോൾ പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള മടി കാരണം ആ അലാം സ്നൂസ് മോഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ അലാം വീണ്ടും അടിക്കുകയാണ്. ആദ്യം അടിച്ച അലാമിനേക്കാൾ ശബ്ദത്തോടുകൂടിയും അധിക നേരവും ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ അലോസരപ്പെടുത്തുമെങ്കിലും ഒരിക്കൽ കൂടി അത് സ്നൂസ് മോഡിലേക്ക് ഇട്ട് വീണ്ടും ഉറങ്ങുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പല പ്രാവശ്യം ചെയ്താൽ ഒടുവിലടിക്കുന്ന അലാം അതിൻ്റെ സൗണ്ട് സഹിക്കാൻ കഴിയാതെയാണ് നാം എഴുന്നേൽക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്. ആദ്യം ചെറിയ അപകട സൂചനകൾ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അവയെ അവഗണിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ദൈവം അനുവദിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നേക്കാം. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉണർന്നത് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നത് ഒരുപക്ഷെ ഉണർവ് യോഗങ്ങളിലോ അല്ലെങ്കിൽ സുവിശേഷ കൺവെൻഷനുകളിലോ പ്രാർത്ഥനാ യോഗങ്ങളിലോ ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട ചില അനുഭവങ്ങളിലൂടെയായിരിക്കാം അവർ ഉണർവ് അനുഭവിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നത്. 2 കൊരിന്ത്യർ 7:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ധൂർത്തപുത്രന് സുബോധം വരുവാൻ കാരണമായി തീർന്നത് എന്താണ് എന്നുള്ളത് അതേ അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. പ്രിയ ദൈവജനമേ, മുട്ട് വരുന്നതുവരെ നാം കാത്തിരിക്കരുത്. കാരണം മുട്ട് വന്നാൽ പിന്നെ പന്നി തിന്നുന്ന വാളവരയ്ക്കായി നാം ആഗ്രഹിച്ചിരുന്നാൽ പോലും അതുപോലും കിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം പോകുവാൻ തക്കോണം ഇടയായിത്തീരും. അതിനു മുൻപേ നമുക്ക് ഉണരുവാൻ തക്കോണം സാധിക്കണം. രണ്ടാമതായി നാം ഈ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ കാണുന്നത് അവൻ സത്യസന്ധമായ ഒരു അവലോകനം തന്നോട് തന്നെ നടത്തുകയാണ്. നമ്മോട് തന്നെ നാം സത്യസന്ധരല്ലെങ്കിൽ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാവുകയില്ല. എല്ലാം അറിയുന്നവനായിരിക്കുന്ന ദൈവം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. സകലവും അവൻ്റെ കണ്ണിന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പാപത്തോട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ചെറിയ ഒരു ഖേദപ്രകടനമല്ല,
എന്നാൽ സത്യസന്ധമായിരിക്കുന്ന ഒരു പശ്ചാത്താപവും മാനസാന്തരവും ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുമുള്ള മനസ്സുമാണ് ആവശ്യം. സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ധൂർത്തപുത്രൻ താൻ തിരിച്ചറിയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വഴിയില്ല. തൻ്റെ പാപജീവിതത്തിൽ താൻ ആയിരുന്നപ്പോൾ തനിക്ക് സകലവും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയെത്തിയിരുന്നു. ഇനി അവൻ്റെ പക്കൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതവൻ തിരിച്ചറിയുകയാണ്. തൻ്റെ പിതാവിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ യോഗ്യനല്ല എന്നും അവൻ തിരിച്ചറിയുകയാണ്. അതിനുശേഷം അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്. ഒടുവിലായി നാം കാണുന്നത് അവൻ അടുത്ത ചുവട് ഉടനടിയായി വയ്ക്കുകയാണ്. 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ഇന്ന് നമ്മിൽ പലർക്കും സംഭവിക്കുന്നത് തിരിച്ചറിവുണ്ട്, ഉണർവ് വരുന്നുണ്ട്. നാം സത്യസന്ധതയോടുകൂടി നമ്മുടെ ജീവിതത്തെ അവലോകനം ചെയ്യുകയാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അതിനുശേഷം മുൻപോട്ട് ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി നാം കാത്തിരിക്കുകയാണ്. പക്ഷെ പരാജയം സംഭവിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതിലേക്ക് ആദ്യ ചുവട് എടുത്തു വയ്ക്കുവാനുള്ള താമസം. ആ ചുവട് എടുത്തു വെച്ചാൽ പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ള ചിന്ത അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ആവലാതിയാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. കർത്തൃദാസൻ KV സൈമൺ സാർ ഇങ്ങനെ പാടുവാനിടയായി തീർന്നു, അടുത്ത ചുവടറിയാതെ ഇരിപ്പത് എന്തനുഗ്രഹം. അതിന് കാരണം എന്താണ്? തനിച്ചെന്നെ നടത്താതെ വലത് കൈ പിടിക്കുന്ന ഒരു നാഥൻ തനിക്കുണ്ട് എന്നുള്ള ഉറപ്പ് പ്രിയ കർത്തൃദാസനുണ്ടായിരുന്നു. ധൂർത്തപുത്രനെ പറ്റി നാം കണ്ടു. അവൻ എഴുന്നേറ്റ് തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. അവൻ മറ്റൊന്നും ആലോചിച്ചില്ല. തൻ്റെ മകൻ്റെ മടങ്ങിവരവിനായി കാത്തിരുന്ന ഒരു സ്നേഹസമ്പന്നനായിരിക്കുന്ന പിതാവ് അവന് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നമുക്ക് ഉണരാം. സത്യസന്ധരായി നമ്മുടെ ജീവിതത്തെ അവലോകനം ചെയ്യാം. നമ്മുടെ വലുതും ചെറുതുമായ പാപങ്ങളോട് നമുക്ക് വിട പറയാം. ആ അപ്പൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനായി ആദ്യ ചുവട് നമുക്ക് എടുത്തു വയ്ക്കാം. ഈ ചെറിയ ചിന്ത ഇന്നത്തെ നിങ്ങളുടെ ദിനം ധന്യമാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.